Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ഗ്രാജുവേഷൻ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ 85,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന പുതിയൊരു വിജ്ഞാപനത്തെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് കാണുക. അപ്ലൈ ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 7 വരെയാണ്. സോ ഡെഫിനറ്റ് ആയിട്ട് കാണുക, അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു അവസരവും കൂടിയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കാണ്, നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഓക്കെ, ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൾറെഡി 18 സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ചാനലിലൂടെ ഇതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിയതാണ്. സോ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 7, 2026 August 7 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ്, ആപ്ലിക്കേഷൻ ഫീസിന്റെ പേയ്മെന്റ് അടയ്ക്കേണ്ടതിന്റെ ലാസ്റ്റ് ഡേറ്റും സെയിം തന്നെയാണ്. 18 ജൂലൈ മുതൽ 7 ഓഗസ്റ്റ് വരെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റും. എക്സാമിനേഷന്റെ ഡേറ്റും ഓൾറെഡി ഡിക്ലെയർഡ് ആണ്. 27 ഓഗസ്റ്റ് 2026. ഇനിയിപ്പോ പഠിക്കാൻ സമയമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഇതിന്റെ സിലബസ് മനസ്സിലാക്കുക. ബേസിക് സിലബസ് നമുക്കറിയാം. അതിന് മുൻപായിട്ട് മനസ്സിലാക്കുക, 2 ടയറിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഫേസ് 1, ഫേസ് 2. ഓക്കെ, ഫേസ് 1 നടക്കുന്നത് 27 ഓഗസ്റ്റ് 2026. അതായത് ഇനി ഏകദേശം നമ്മുടെ മുന്നിൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം നോക്കുവാണെങ്കിൽ ഒരു മാസം, കൃത്യം ഒരു മാസം. ഓക്കെ, ഇനി ഓൺലൈൻ എക്സാമിനേഷൻ ഫേസ് 2 സെക്കൻഡ് ടയർ അല്ലെങ്കിൽ 2ാം ഘട്ട പരീക്ഷ എന്ന് പറയുന്നത് October 30 ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങളെ നോട്ടിഫൈ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് ബേസിക് ഡേറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇനി ടോട്ടൽ വേക്കൻസീസ് ഏകദേശം 500-ലധികം ടോട്ടൽ വേക്കൻസീസ് ഉണ്ട് ഇന്ത്യ ഒട്ടാകെ. അതിൽ 35-ലധികം വേക്കൻസി കേരളത്തിലാണ്. ഓക്കെ, 35-ലധികം വേക്കൻസി കേരളത്തിലാണ്. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഡേറ്റ്, ബോൺ ഡേറ്റ്, അതായത് 2026 1/7 ജൂലൈ 1 കൂടി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി, നിങ്ങൾ BTech ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്ത് ഡിഗ്രിയോ ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, നിങ്ങളുടെ ഡിഗ്രി എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഏജ് റിലാക്സേഷൻ സാധാരണ പോലെ തന്നെ SC/ST വിഭാഗക്കാർക്ക് 5 വർഷം, അതുപോലെ തന്നെ OBC 3 വർഷം. ഇനി പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അവരുടെ ക്ലാസിഫിക്കേഷൻ വരുവാണെങ്കിൽ ജനറലിന് 10 വർഷം, അതുപോലെ SC/ST 15 വർഷം, OBC 13 വർഷം. സോ കൃത്യമായിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ട് നമുക്ക്. ആൻഡ് മുന്നോട്ട് പോവുകയാണെന്നുണ്ട് എങ്കിൽ നമുക്ക് ഇതിന്റെ എക്സാമിന്റെ സിലബസിനെ കുറിച്ച് അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസ് 1 ആൻഡ് ഫേസ് 2 2 ടയറിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഫേസ് 1-ൽ നമ്മൾ 3 സബ്ജക്ട്സിനെ കുറിച്ച് ബോധർ ചെയ്താൽ മതി. 1 ഇംഗ്ലീഷ്, 2 റീസണിങ്, 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. GK ഇല്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇത് വെച്ച് പഠിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും പറയാവുന്ന ഉത്തരവാണ് പറ്റും. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല. പല കാര്യങ്ങളും, അതായത് ഇംഗ്ലീഷിന്റെ കോംപ്രിഹെൻഷൻ ആയാലും എന്താ പറയുക, ഗ്രാമർ ആയാലും നോൺ ഗ്രാമർ ആയാലും ഇത് നമ്മൾ സ്ഥിരമായിട്ട് പല മത്സര പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അല്ലേ. സോ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇനി ഒരുപാട് പഠിച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റും ഇവിടെ ഇല്ല. ഫേസ് 1-ൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഇംഗ്ലീഷും മാത്സും ഇംഗ്ലീഷും റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും മാത്രമേ ഉള്ളൂ. 30 മാർക്കാണ് ഇംഗ്ലീഷിന്, ബാക്കി 2 വിഷയങ്ങൾക്കും. റീസണിങ്ങിന് 35 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 35 മാർക്ക്. അപ്പം ടോട്ടൽ വരുന്നത് 100 മാർക്കാണ്. 60 മിനിറ്റ് ആണ് എക്സാം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ടാണ് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുന്നോട്ട് പോവുകയാണെന്നുണ്ട് എങ്കിൽ മെയിൻസ് എക്സാമിനേഷൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്തും കൂടി വരുന്നുണ്ട്, GK വരുന്നുണ്ട്, കമ്പ്യൂട്ടർ നോളജ് വരുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി നേരത്തെ പോലെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ GKയും കമ്പ്യൂട്ടർ നോളജും മാത്രമാണ് വരുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 100 എന്നുള്ളത് 200 മാർക്കാവും. എല്ലാത്തിനും 40 മാർക്ക് വെച്ച് ഈക്വൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ 100 എന്നുള്ളത് 200 ടോട്ടൽ മാർക്കാവും. ഇനി ഈ 2 പരീക്ഷയും പല കുട്ടികളും ചോദിക്കാറുണ്ട് SSCക്ക് കീഴിൽ വരുന്ന പരീക്ഷയാണോ? ആ ഒരു സംശയത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ടൈമാണ്. അതായത് 40 മാർക്ക് എല്ലാ സബ്ജക്റ്റും തുല്യമായിട്ട് വീതിച്ചു വരുമ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, നമ്മളുടെ ഓരോ ടെസ്റ്റിനും സെക്ഷൻ ടൈമർ ഉണ്ടാവും. സെക്ഷൻ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പൊ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ആണ്? 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. നിങ്ങൾക്ക് അതിന് 30 മിനിറ്റേ കിട്ടുള്ളൂ. ആ 30 മിനിറ്റിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാതിരിക്കാം. വേറൊരു സബ്ജക്ട് നിങ്ങൾക്ക് തുടങ്ങാനോ ഒന്നിനും പറ്റില്ല. ഇംഗ്ലീഷ് 30 മിനിറ്റ് നിങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അതിനുശേഷം ആ 30 മിനിറ്റിന് ശേഷം ഒരടുത്ത ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ SSCയുടെ പുതിയ എക്സാം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. സോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സിലബസ് എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ ഒരു സെക്ഷൻ ടൈമറിലാണ്. എങ്ങനെ നമുക്ക് ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചോളം ഞങ്ങൾ SSC എക്സാം കോച്ചിങ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഈ സെക്ഷൻ ടൈമർ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയുമാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഏതൊക്കെ ജില്ലകളിലാണ് പരീക്ഷ നടക്കുന്നത്? കേരളത്തിൽ ഓൾമോസ്റ്റ് 10 ജില്ലകളിൽ പരീക്ഷ നടക്കുന്നുണ്ട്. പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കാസർഗോഡ് ഈ 4 ജില്ലകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയിലും എന്തുണ്ട്? എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പോൾ 10 ജില്ലകളിലായിട്ട് എക്സാം സെന്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിന് എക്സാം ഫീ എന്ന് പറയുന്നത് SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കാറ്റഗറീസിന് ഒന്നും തന്നെ ഫീസ് ഇല്ല. അതല്ലാതെ ജനറൽ കാൻഡിഡേറ്റ്സിന് എന്താ പറയുക 850 റുപ്പീസ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ഇനി അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത മതി. ഇനി ചിന്തിച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്ലൈ ചെയ്യുക, പഠിക്കുക, പരീക്ഷ എഴുതുക. അപ്ലൈ ചെയ്യേണ്ടത് NICLന്റെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് കേട്ടോ. NICLന്റെ വെബ്സൈറ്റിലൂടെയാണ്. സോ ഈ NICLന്റെ വെബ്സൈറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ നമ്മുടെ SSC ഗ്രൂപ്പ് നമ്മളിവിടെ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ അപ്ലൈ ചെയ്യേണ്ട രീതികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. കാരണം കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. സോ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒരിക്കലും വെക്കരുത്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു എക്സാമിന് പഠിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 25 ഡേ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. നമുക്ക് ആപ്ലിക്കേഷനോടൊപ്പം തന്നെ എന്തും കൂടി ഉണ്ടാവും, 1.5 മണിക്കൂർ കൃത്യമായിട്ടുള്ള ലൈവ് സെഷൻ ഈ 3 വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് മോഡൽ എക്സാംസും മോക്ക് എക്സാംസും പേഴ്സണൽ മെന്റർ സപ്പോർട്ടും അങ്ങനെ എല്ലാമായിട്ട് അടിപൊളിയായി നിങ്ങൾക്ക് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിൽ. പരീക്ഷ ഓണത്തിന് എടുക്കാണല്ലോ വരുന്നത് എന്നൊന്നും ടെൻഷൻ അടിക്കണ്ട. ഓണത്തിന് മുമ്പേയൊക്കെ നമ്മൾ പഠിച്ചു തീർക്കും കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഇങ്ങ് പോന്നോളാ, മറക്കണ്ട. വലിയൊരു അവസരമാണ്. പാക്കേജ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക, പ്രിപ്പയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 9249089284 കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ഞങ്ങളിത് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.